ഇന്ന് നമ്മൾ രാവിലത്തെ ഇഡ്ഡലി മാവൊക്കെ ബാക്കി വരുന്ന ദിവസങ്ങളിൽ 4 മണി ചായയുടെ കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്സ് ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ടൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കുക. ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. ഫ്രഷായിട്ട് ചിരവി എടുത്തിട്ടുള്ള തേങ്ങയാണ്. ഇതിൻ്റെ കൂടെ ഒരു 1-2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ലൊരു കളറാവുന്നത് വരെ. തീ കൂട്ടി വെച്ച് വറുത്താൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന നല്ല ഒരു തേങ്ങ നല്ല മുരുമുരാന്നായി കിട്ടണം. ഇപ്പോൾ ഇത് പാകത്തിന് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ ചേരുവ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇഡ്ഡലി മാവാണ്. ഒരു 2 കപ്പ് ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി മാവ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ പച്ചരിയും ഉഴുന്നും കൂട്ടി അരച്ചെടുക്കുന്ന ഇഡ്ഡലിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സെയിം മാവ് തന്നെ. അത് പൊങ്ങി വന്നതിന് ശേഷം, അതായത് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ ഉണ്ടാകുന്ന മാവുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ദോശമാവ് ആകുമ്പം ലൂസായിരിക്കും. അപ്പോൾ ഇഡ്ഡലി മാവ് തന്നെ എടുക്കുക കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് ചൂടാറിയിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്കൊരു ഈ വലിപ്പത്തിലുള്ള 2 കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 180 ഗ്രാം വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആദ്യം ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട്, ഒരുപാട് വെള്ളം ചേർക്കരുത്, ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനിയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശർക്കര ഉരുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കരുത് എന്ന് പറയാൻ കാരണം നമ്മളെ മാവ് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മിക്സാക്കി വരുന്ന സമയത്ത് ഇതുപോലെയാണ് വേണ്ടത്. ഈ ഒരു കട്ടിയിൽ ഉണ്ടായാൽ മതി. അപ്പോൾ ഇപ്പം നോക്കുന്ന സമയത്ത് കുറച്ചൊരു മധുരം കുറവുള്ള പോലെ തോന്നും. കാരണം ഇഡ്ഡലി മാവല്ല, കുറച്ച് പുളിയൊക്കെ ഉള്ളതല്ല, കുഴപ്പമില്ല. ആവുന്ന സമയത്ത് മധുരം ഉണ്ടായിക്കോളും. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അടി കട്ടിയുള്ള ചീനച്ചട്ടി ചൂടാക്കി എടുക്കുക. ചുവട് കട്ടിയുള്ളത് തന്നെ ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ചു പോകുന്ന പ്രശ്നം ഉണ്ടാകും. കാരണം കുറച്ച് കൂടുതൽ സമയം വെക്കാനുള്ളതാണ്. എന്നിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി ചട്ടി പാകത്തിന് ചൂടാവുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാവുണ്ടല്ലോ, അതിൽ നിന്നൊരു പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ചട്ടിക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ പിന്നെയാണ് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ അപ്പം കുറച്ച് വലുതായിരിക്കും കേട്ടോ, കാരണം ഒരു പകുതിയിൽ കൂടുതൽ മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ അപ്പം മതിയെന്നുണ്ടെങ്കിൽ ഒരു 3 തവി മാവൊക്കെ ഒഴിച്ചാൽ മതിയാകും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10-12 മിനിറ്റൊക്കെ വേണ്ടി വരും. നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന ഒരു മാവിനനുസരിച്ചിട്ട് സമയത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നു നോക്കിയ സമയത്ത് ആയിട്ടില്ല കേട്ടോ. അത് കറക്റ്റ് ആവുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തെ മാവൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുന്ന സമയത്ത് മേൽഭാഗത്തെ മാവൊക്കെ കറക്റ്റായിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ ഇത് ഇതുപോലത്തെ ചട്ടി ആയതുകൊണ്ട് ഒന്നങ്ങ് ഇളക്കിയെടുക്കണം. എന്നാലും കുഴപ്പമില്ല, അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കണ്ടോ, അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ തിരിച്ചിട്ട ശേഷം ഒരു 4-5 മിനിറ്റ് കൂടെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. അപ്പം ഈ സമയത്ത് ഇതിൻ്റെ സൈഡിലൂടെ ഒരു 1 ടീസ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഒരു അടിഭാഗവും നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞിങ്ങനെ വന്നിട്ട് പിന്നെ മേൽഭാഗം കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ട്, നെയ്യ് ആകുമ്പോഴാട്ടോ ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഓയിൽ ഒഴിക്കാത്തിരിക്കും നല്ലത്. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ കേട്ടോ, ഇതിൽ ഏതെങ്കിലും തന്നെ ഒന്ന് ഒഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തേത് റെഡിയായി. ഇനി ബാക്കിയുള്ള ഒന്നുകൂടെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. അതിപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അളവ് ചെറുതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ അപ്പമായിട്ട് വന്നിട്ടുള്ളത്. ചെറിയ അപ്പമായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ എളുപ്പട്ടോ. കാരണം ഒരു ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. നല്ല ചൂടുള്ള ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ആവുന്ന സമയത്ത് ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ കിട്ടിക്കോളും. നല്ല പെട്ടെന്ന് ഹോളൊക്കെ വന്ന് വേഗം റെഡിയായി കിട്ടിക്കോളും. ഇതും ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് മുരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ 2 അപ്പവും റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ മുറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഉൾഭാഗമൊക്കെ വേകാത്ത ഒരു പ്രശ്നമില്ല. കറക്റ്റ് നമ്മൾ കലത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരാരൊക്കെ വരില്ല, അതുപോലെയൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ കലത്തപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല, അത് വേറൊരു ടേസ്റ്റാണ്. ഇതെന്ന് പറയുമ്പോൾ ഇഡ്ഡലി മാവിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, എന്നാലും അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചായയുടെ കൂടെ കഴിക്കാം. പക്ഷെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ പഴം കൂടെ മിക്സ് ചെയ്തിട്ടൊരു കഴിക്കലുണ്ട്. അത് ശരിക്കും നല്ല സൂപ്പറാണ് കേട്ടോ.
പഴം കൂട്ടി കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 നല്ല പഴുത്ത ചെറുപഴം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനി ചൂടോടെ അല്ല, ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പത്തിന് വേണ്ടി ശർക്കരപ്പാനി ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇങ്ങനെ മിക്സാക്കി മൊത്തത്തിൽ കഴിക്കുന്ന സമയത്ത് നല്ലൊരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്